PV അൻവറിന്റെയും VD സതീശന്റെയും ആരോപണങ്ങൾ ഇങ്ങനെ കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. രാഷ്ട്രീയ രംഗത്തും അതുപോലെ തന്നെ പോലീസ് രംഗത്തും ഒക്കെ ഈ ആരോപണങ്ങളാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. PV അൻവറിന്റെ ആരോപണങ്ങൾ എന്താണ്? CPM പറയുന്നു PV അൻവർ എഴുതി തന്ന പരാതിയിൽ P ശശിയുടെ പേരില്ല, അത് പരാതി എന്താണ് ഒരു ഭാഗികമായ പരാതിയാണ്, അപ്പോൾ പൂർണ്ണമായി ലഭിക്കണം എന്നൊക്കെ പറഞ്ഞ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അതിനെ ഒരു വഴിക്കാക്കി, അതായത് ഒരു സൈഡാക്കി വച്ചു. സൈഡാക്കി എന്ന് തന്നെ പറയാം. എന്നാൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിച്ച ആരോപണം ശരിവെച്ചുകൊണ്ട് ADGP MR അജിത് കുമാർ രംഗത്തെത്തി. ADGP തുറന്ന് സമ്മതിച്ചു താൻ RSS നേതാവിനെ തൃശ്ശൂരിൽ വെച്ച് കണ്ടിരുന്നു. ദത്താത്രേയ ഹൊസബങ്ങളെ എന്ന നേതാവിനെയാണ് MR അജിത് കുമാർ കണ്ടത്. അപ്പോൾ പ്രതിപക്ഷ നേതാവ് വെറുതെ പറഞ്ഞതല്ല, ചുമ്മാതെ പറഞ്ഞതല്ല എന്ന് വ്യക്തമായി. ഇനി MR അജിത് കുമാർ ഈ RSS നേതാവിനെ കാണാൻ പോയ വിവരം പിറ്റേ ദിവസം തന്നെ സംസ്ഥാന സ്പെഷ്യൽ ബ്രാഞ്ച് ഇന്റലിജൻസ് മേധാവിക്കും അതുപോലെ തന്നെ സംസ്ഥാന സർക്കാരിനും DGPക്കുമൊക്കെ റിപ്പോർട്ട് ചെയ്തിരുന്നു. ADGP അജിത് കുമാർ ഇങ്ങനൊരു RSS നേതാവിനെ സ്വകാര്യ വാഹനത്തിൽ കാണാൻ പോയിരുന്നു എന്ന് അറിയിച്ചിരുന്നു. എന്നിട്ടും ഇവരെന്തേ ഇതിനെക്കുറിച്ച് അന്വേഷിച്ചില്ല? എന്തിനാണ് ഒരു ADGP RSS നേതാവിനെ കാണാൻ പോകുന്നത് എന്ന് അന്വേഷിച്ചില്ല എന്നത് വളരെ ഞെട്ടിപ്പിക്കുന്നതാണ്. ഇപ്പോൾ പുറത്തു വരുന്ന സംഭവങ്ങൾ അനുസരിച്ച് അല്ലെങ്കിൽ വാർത്തയനുസരിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസ് MR അജിത് കുമാറിനോട് കാര്യം തിരക്കിയെന്ന്, ഇങ്ങനെ ഒരു ആരോപണം വരുന്നല്ലോ, ശരിയാണോ എന്ന് തിരക്കിയത്രേ. പോയ അതേ ദിവസം തന്നെ 2023 മെയ് മാസം ആ സമയത്ത് തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ട കാര്യം ഇപ്പോഴാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് MR അജിത് കുമാറിനോട് ചോദിക്കുന്നത്, നിങ്ങൾ അവിടെ പോയിരുന്നുവെന്ന്. അപ്പോഴാണ് MR അജിത് കുമാർ എല്ലാം വെട്ടിത്തുറന്ന് പറയുന്നത്. ഒരു ഹോട്ടലിൽ തൻ്റെ ഔദ്യോഗിക വാഹനം നിർത്തിയതിന് ശേഷം മറ്റൊരു സ്വകാര്യ വാഹനത്തിൽ ഒരു RSS നേതാവ് ഓടിച്ച വണ്ടിയിൽ ആണ് ദത്താത്രേയെ ഇദ്ദേഹം പോയി കാണുന്നത്. എന്തിനാണ് കണ്ടത് എന്നത് ഇപ്പോഴും അഭ്യൂഹങ്ങൾ മാത്രമാണ്, അല്ലെങ്കിൽ അവ്യക്തമാണ്. പുറത്തു വരുന്ന വസ്തുതകൾ അനുസരിച്ച് അല്ലെങ്കിൽ പുറത്തു വരുന്ന ആരോപണങ്ങൾ അനുസരിച്ച് തൃശ്ശൂർ പൂരം കലക്കിയതുവരെയുള്ള സംഭവങ്ങൾക്ക് പിന്നിൽ MR അജിത് കുമാറിൻ്റെ ചരടുവലി ഉണ്ടായിരുന്നു എന്നതാണ്. ഇതിൽ എത്രത്തോളം വാസ്തവമുണ്ടെന്ന് ഇപ്പോൾ നടക്കുന്ന പോലീസ് അന്വേഷണത്തിലൂടെ മാത്രമേ നമുക്കറിയാൻ കഴിയുകയുള്ളൂ. 1 മാസമാണ് അന്വേഷണ സംഘത്തിന് നൽകിയിട്ടുള്ള സമയപരിധി. അതിനിടയിൽ ഈ അന്വേഷണം പൂർത്തിയാക്കണം, റിപ്പോർട്ട് സമർപ്പിക്കണം. റിപ്പോർട്ട് വരുന്ന മുറയ്ക്ക് മാത്രമേ MR അജിത് കുമാറിന് ക്ലീൻ ചിറ്റ് കൊടുക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ MR അജിത് കുമാർ കളങ്കിതനാണോ, സംഘിയാണോ, മുഖ്യമന്ത്രിയുടെ ഏജന്റാണോ, അല്ലെങ്കിൽ സ്വർണ്ണക്കടത്തുകാരനാണോ, കള്ളക്കടത്തുകാരനാണോ, കൊലപാതകിയാണോ എന്നൊക്കെയുള്ള ആരോപണങ്ങളിൽ ഏതാണ് ശരിയെന്ന് നമുക്കറിയാൻ കഴിയുകയുള്ളൂ. ഏതായാലും ഇപ്പോൾ അജിത് കുമാറിൻ്റെ തൊപ്പിക്ക് ചലനമൊന്നും സംഭവിച്ചിട്ടില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചേർത്ത് പിടിച്ചിരിക്കുകയാണ്.